കൂടെ പോകുന്നത്. സത്യത്തിൽ ഇതിന് കൂടെ പോകേണ്ടത് CPM-ന്റെ BLA ആണ്. ആ BLA അല്ല പോകുന്നത്, ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ DYFI നേതാവും ഒക്കെയാണ് പോകുന്നത്. നമ്മളെ പോയിട്ടുള്ളത് BLA ആയിട്ടുള്ള വൈശാഖാണ്. അപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. വൈശാഖിനോട് അദ്ദേഹം വിളിച്ച് പറയുന്നു ഇനി വരണ്ട എന്ന്. അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഇല്ലേ? അതിലാദ്യം അത് വെച്ചു ഞാൻ BLO അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ പോകുമ്പോ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ നടന്നല്ലേ? അല്ല അത് ശരിയല്ലല്ലോ. എന്നാന്ന് പ്രശ്നം എന്നാന്ന് പറഞ്ഞാലേ താല്പര്യമില്ല, നടക്കുന്ന തീരെ താല്പര്യമില്ലേ? രണ്ടാമത് നിങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ വരികയും ചെയ്യില്ല. അത് ഞാൻ പിന്നെ നിങ്ങൾ ആയതുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ വരില്ല. അതെ അല്ല, അവര് നമ്മൾ രഘുലേഖയുടെ കുട്ടി നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു ആരെങ്കിലും. ഒന്നാമത് നിങ്ങളെ ഇത് തായിലവർക്കൊന്നും അറിയില്ല, അതിന് കോൺഗ്രസ് ആണോ CPM ആണോ അതിന് ഏതോ പാർട്ടിയെന്ന് അവർക്കൊന്നും അറിയില്ല. പിന്നെ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ ഐഡന്റിറ്റി കാർഡ് വരുന്നത്, നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. നമ്മൾ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അത് കൊടുക്കുന്നു. നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നല്ലാണ്ട് പറഞ്ഞു ചെയ്തു നമ്മൾ ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ ഇല്ലല്ലോ. പിന്നെ ഒന്നത്തെ പ്രശ്നത്തില് അവിടെ നമ്മളെ പറയില്ലെന്നും പറയുന്നത് അത് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യുന്നാല് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ പറയും, അവര് വിളിച്ച റെക്കോർഡിന് മോള് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ തടയുന്ന പറയുന്നുണ്ട് എന്നാക്കണ്ടേക്ക്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വില്ലേജ് ഓഫീസർ ആരാന്നത് മോളില് ഇത് വിട്ട് നിങ്ങൾ ഇതെടുക്കണ്ടായിരുന്നു. അവര് പറയുന്ന പിന്നെ ഒന്നും ഇതാക്കൂല, അവര് ഞാൻ പറഞ്ഞത്. അതെ അല്ല അത് ശരിയല്ല. നമ്മള് പിന്നെ BLA കളക്ടർ അംഗീകരിച്ചിട്ടുള്ള BLA ആണ്. പിന്നെ നമ്മൾ ഒരു കൊടുത്തിട്ട് ആയതാണ്. പിന്നെ അപ്പൊ നിങ്ങൾ സഹായിക്കണം പറഞ്ഞ് മറ്റേ വില്ലേജ് ഓഫീസിൽ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പിന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കും വരുന്നത്. അതെ, നിങ്ങളത് പിന്നെ നിങ്ങളൊരു പറയുന്നാൽ പിന്നെ വേറെവിടെയും പറയും നമ്മളെ കൂടുന്നില്ലെന്ന്. ഞാനങ്ങനെ കംപ്ലൈന്റ് ചെയ്യാം. ഞാനങ്ങനെ കംപ്ലൈന്റ് ചെയ്യാം. പ്രശ്നം നിങ്ങൾക്കാണ്. അത് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾ വിളിക്കാം. ഒരു 5 മിനിറ്റ് ഞങ്ങൾ വിളിക്കാം. അല്ല നിങ്ങൾ ഇത് പറയാം, ഇപ്പൊ ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട്. പിന്നെ ഞാൻ പറയേണ്ടത് തടിയും ഭയങ്കര കുഴപ്പാക്കും, പിന്നെ ഇതാക്കും എന്നല്ല അവര് പറയുന്നത്. നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യും, നമ്മള് പണിയെടുക്കാൻ പറ്റുന്നില്ല ഇതിനെ പറഞ്ഞോ. പിന്നെ മറ്റേത് ഞാൻ പറയാം, എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല, നിങ്ങളോടല്ലേ പറയുന്നല്ലോ. എന്നോട് റഫീഖ് വൈശാഖ എന്താ അതിനെ തടയുന്നോ പറയൂല. പിന്നെ എന്നോട് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞങ്ങളോട് പറഞ്ഞോളൂ. നിങ്ങളല്ലേ വിളിച്ചു പറയുന്നത്, നമ്മൾ തടയുന്നില്ല ഇതിൽ നിങ്ങളോടല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യാണ്ട് പിന്നെ BLA മാരെ കൂട്ടി നടക്കുന്നതില് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യണ്ട്. ഞാനല്ല കംപ്ലൈന്റ് ചെയ്യണ്ട്. എന്നെ വിളിച്ചിട്ട് റഫീഖ് നീ വൈശാഖ നീ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ബാക്കി എന്നാ ചെയ്യട്ടെ. ഞാൻ അപ്പൊ അത് നിങ്ങൾക്കല്ലേ പ്രശ്നമാവുകയാണ്. പ്രശ്നമാണ് വേറെ നമ്മൾ ചോദിച്ചോളാം, നമ്മൾ പറഞ്ഞോളാം, എന്തെങ്കിലും പറഞ്ഞോളാം. അല്ലാതെ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അവര് പിന്നെ നിങ്ങളെ അങ്ങനെ പറയാം. നമ്മള് പിന്നെ എഴുതായി അതിനവര് ഇത് നിൽക്കാൻ കഴിയില്ല, അവരുടെ ഏരിയല്ലേ. പിന്നെ അവര് പിന്നെ ഞാൻ ഒരു മിനിറ്റ് ഞങ്ങൾ വിളിക്കാം. 5 മിനിറ്റ് ഞാൻ ഇതിനകത്ത്
മറ്റേത് അടുത്ത് ഇതിനകത്ത് കൃത്യമായി ഒന്നിൽ ചോദിക്കുന്നുണ്ട്. അനീഷ് BLO വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വൈശാഖ് പറയുന്ന ആർക്ക് എതിർപ്പ്, അതൊക്കെ ഇന്ന് വരണമെന്ന് കേട്ടോ, ഇന്ന് വരണ്ട കേട്ടോ. വൈശാഖ് ആര് എതിർക്കുന്നത്? അനീഷ് ഭയങ്കര പ്രശ്നമുണ്ട്, അവർ തടയുമെന്ന് എല്ലാം പറയുന്നുണ്ട്. പിന്നെ പറയാം ഞാൻ. വൈശാഖ് അത് ശരിയല്ലല്ലോ, ഞാൻ BLA നിങ്ങൾ BLO അല്ലേ? അനീഷ് അതെ. വൈശാഖ് അപ്പോൾ പോകുമ്പോൾ എന്നെ വിളിക്കേണ്ടത് അല്ലേ? അനീഷ് അവര് എന്തെല്ലോ പറയുന്നുണ്ട്, പിന്നെ പറയാം, പ്രശ്നമാണ്. ഇതിനകത്ത് ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളി പ്രിന്റ് ഇത് എടുക്കുന്ന അതിന് മുമ്പ് ആദ്യം പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം വർത്താനം പറഞ്ഞൊക്കെ കുറച്ചുകൂടി ഭീഷണി സ്വരത്തിലുള്ള സംഭവങ്ങളാണ് അവര് ഭീഷണിപ്പെടുത്തി. ഈ റഫീഖ് വളരെ ശക്തമായ ഭീഷണിയാണ് പെടുത്തിയിട്ടുള്ളത്. നിരന്തരമായ ശല്യമാണ്. കുറെ വോയിസുകൾ ഉണ്ട് അതിനകത്തുണ്ട്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, അവരൊരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിൽ ആ BLOനെ പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇത് മാനസിക സംഘർഷം ആരുണ്ടാക്കി എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ പറയേണ്ട കാര്യം? ആ BLA അവിടെ ഈ വൈശാഖ് എന്ന് പറയുന്ന BLA അവിടെ സുപരിചിതനായ ആളാണ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ഇവര് CPMന്റെ BLOയും ഉണ്ട്, കൂടെ BLAയും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് പിറ്റേ ദിവസം വരണ്ട എന്ന് പറയും? അവര് കൂട്ടിയിട്ടുമില്ല, കൂട്ടാൻ വിട്ടിട്ടുമില്ല. ഇല്ല ഈ 2 ദിവസം പിന്നെ വിട്ടിട്ടില്ല. ആ റഫീഖ് അനീഷിന് അതാണ് ഇപ്പൊ കേട്ടത്. അനീഷും വൈശാഖും തമ്മിലുള്ള സംസാരമാണ് നിങ്ങളിപ്പോ കേട്ടത്. അതിനകത്ത് ഈ അനീഷ് പറയുന്നുണ്ടോ റഫീഖാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് പറയുന്നത്? ഉണ്ട്. കളക്ടർക്ക് പരാതി കൊടുത്താൽ പ്രശ്നമാകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതും പറഞ്ഞോളല്ലേ? ഏതാ കളക്ടർക്ക് പരാതി കൊടുത്താൽ നിങ്ങൾക്കാണ് പ്രശ്നമാകുന്നതൊക്കെ പറയുന്നുണ്ട്. ഈ വൈശാഖ് കളക്ടർ ഇപ്പൊ കേൾപ്പിച്ച ഓഡിയോയില്ലേ, ഞാൻ കളക്ടർക്ക് പരാതി കൊടുക്കും, അപ്പൊ നിങ്ങൾക്കായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ പറയുന്നുണ്ട്. അല്ല, അത് പരാതി കൊടുക്കാൻ വേണ്ടി പറയുന്നത് ആരാണ്? ഇവരാണ്. അതെ, ഞാൻ പരാതി കൊടുക്കും. അത് അതെന്താ ഇവര് പരാതി കൊടുക്കണമെന്ന് പറയുകയാണ് ഈ BLO. അപ്പോഴാണ് വൈശാഖ് പറയുന്നത് ഈ പരാതി കൊടുത്താൽ നിങ്ങൾക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് അത് കളക്ടർക്കൊന്നും പരാതി കൊടുക്കാതെ ഈ രീതിയിൽ. കാരണം വെച്ച് കഴിഞ്ഞാല് പരാതി കൊടുത്ത എന്താ പ്രശ്നം കൂട്ടാണ്ട് പോയല്ല, അതുകൊണ്ട് ആ പരാതി അല്ല പറയുന്നത്. ഏത് അത് പിന്നെന്താ? അനീഷിനെ കൂട്ടിയാലെന്താ? അല്ല, മറ്റേ വൈശാഖിനെ കൂട്ടിയാലെന്താ? അത് നിങ്ങൾക്ക് ന്യായിക്കും. പിന്നെ എന്തുകൊണ്ട് അനീഷിനെ കൂടെ അനീഷ് വൈശാഖ് വരണ്ടെന്ന് ഒന്നുകൂടി പറയുന്നു. അതല്ല, അതെന്തിനുകൊണ്ടാണ് വൈശാഖ് പറയുന്നത്? വൈശാഖ് പറയുന്നത് പരാതി കൊടുക്കാൻ വേണ്ടി ആരാണ് പറയുന്നത്? വില്ലേജ് ഓഫീസറും പിന്നെ ഈ വൈശാഖ് മറ്റേ അനീഷുമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഇവര് തമ്മില് ഒരു ഇതുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പരാതി കൊടുക്കാൻ പറയുമ്പോൾ പരാതി കൊടുത്താല് ഇതല്ലേ, പരാതി കൊടുത്താൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും വൈശാഖ് പിന്നെ ഇവർക്ക് വരാനില്ല. എന്തുകൊണ്ട് ഇവര് ഭീഷണിപ്പെടുത്തിയിട്ട് കൂടെ വരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവരെയല്ലേ പിടിക്കുക. അപ്പം വില്ലേജ് ഓഫീസർ കൃത്യമായിട്ട് അതിനകത്ത് പറയും, നിങ്ങൾ വില്ലേജ് ഓഫീസറോട് ചോദിച്ചു കൂട്ടി കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ തടയുമെന്ന് പറയുന്നതുകൊണ്ട് ഈ വൈശാഖ് വരണ്ട എന്ന് പറയുന്നു. അതുകൊണ്ട് വൈശാഖിന് പ്രശ്നമല്ല, അവര് തമ്മിൽ അറിയാം. നിങ്ങൾ പറയുന്നതിൽ ന്യായീകരണത് വെറുതെ പോകണ്ട. ഇത് കൃത്യമായി ഇവര് തമ്മിലുള്ള സംഭാഷണം അതിനകത്ത് കൃത്യമായിട്ട് വന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിനകത്ത് അവര് വരണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? CPM എന്നാണ് പറയുന്നത്. അവിടെ റഫീഖ് എന്ന് പറയുന്ന ആളുടെ പേര് പറയുന്നല്ലേ? റഫീഖ് BLA ആണ്. ആ BLA ആണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്. ആരെ? അജീഷിനെ. ആ കുടുംബം പറഞ്ഞല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം ഉണ്ടെന്ന്. കാങ്കോല് പോലെയുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസ്സുകാരൻ ഒരാളെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുമോ?
സമ്മർദ്ദമില്ല എന്ന് ആദ്യം പറഞ്ഞ കുടുംബത്തിന്, രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദമുണ്ട് കുടുംബത്തിൽ നിന്ന് തന്നെ. എങ്ങനെ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പറയുന്നത്? ഈ അനീഷിനെ എങ്ങനെ അനധികൃതമായി വോട്ട് ചേർക്കാൻ സമ്മർദ്ദം ചെലുത്തി? അതായത് ഈ വോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വിഷയം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അനധികൃതമായ വോട്ടുകളാണ് അവിടെ വരാൻ പോകുന്നത്. ഇത് വന്നാൽ ചെക്കിങ് നടക്കും. അപ്പോൾ അവിടെ നിന്ന് നടന്നിരിക്കുന്ന വോട്ടൊക്കെ കള്ള വോട്ടുകളായി മാറും. അപ്പൊ ആർക്കാണ് കുറ്റം? ഇത് ചേർക്കുന്നതും പണിയെടുക്കുന്നതും എല്ലാം BLO അല്ലേ? എന്തുകൊണ്ട് ഈ BLAയും കൂടി കൂട്ടിക്കൂടാ? ഈ BLA വന്നാൽ എന്താണ് കുഴപ്പം? ഈ BLA വന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. വൈശാഖ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൈശാഖിനെ അറിയാം. 2 കൈയില്ലാത്തൊരു കുട്ടിയാണ് വൈശാഖ്. ആ വൈശാഖ് കൂടി പോയ വൈശാഖ് എന്ത് ചെയ്യാനാണ്? ആ വൈശാഖിനെ കൂട്ടിയാൽ എന്താണ് കുഴപ്പം? ആ വൈശാഖിനെ കൂട്ടാണ്ട് എന്തിനു പോകുന്നു? വൈശാഖിനോട് ഇനി വരരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭീഷണിയാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഈ ഓഡിയോയിൽ എന്ത് കാര്യമാണ്